സഭയം നമ്മുടെ കർത്താവിനെ വാഴ്ത്തപ്പെട്ടാണ്. നല്ല രാത്രിക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്തു. കർത്താവിന് വാഴ്ത്തപ്പെട്ട ശുശ്രൂഷയിൽ ഈ പ്രവേശിതായിരുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസനൊക്കെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ സഹോദരിമാർ വിശേഷാൽ ഈ വാത്സല്യ ഭവനത്തിലുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും ധന്യനായ യേശു കർത്താവിന്റെ നിസ്തുല്യമായിട്ടുള്ള നാമത്തിന് സന്ധ്യാവന്ദനങ്ങളെ അറിയിച്ചു കൊടുക്കും. നിങ്ങളുടെ വിഷയം കഴിഞ്ഞ രാത്രിയിലും ഈ പകലുമൊക്കെ അവർ സമയങ്ങളെടുത്ത് ശുശ്രൂഷിക്കുവാൻ ദൈവം നൽകി തന്ന ഈ അവസരത്തിൽ പദവിയായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അല്പം പോലും സമയം കളയാതെ ദൈവദിനത്തിന്റെ ധ്യാനത്തിനായിട്ട് നമുക്ക് സമയം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കാം. 1 Corinthians chapter 10 verses 1-5. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് എന്താണ് ജനത്തോട് സംസാരിക്കാറുള്ളത് പോലും ഒരു മാറ്റം ഉണ്ടാകാതെ ഓട്ടം സംഭവിക്കാതെ അതുപോലെ ഇന്ന് രാത്രി നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് ഈ ഒരു വിഷയത്തെ ഈ അപ്പാവ് സംസാരിക്കുന്നുണ്ടായില്ല മാത്രം കൊണ്ടുപോയ ശുദ്ധീകരണത്തിന്റെ തോത് വേണം, ആരോഗ്യമരവിന്റെ തോത് വേണം, നിത്യതയെ ഓർപ്പിക്കുന്ന അത്യാവശ്യമുള്ള രീതി നമുക്ക് വേണം. നമ്മൾ വിളിച്ചുകാരല്ല പ്രിയപ്പെട്ടത്. ചുരുങ്ങിയ സമയം നമ്മളിവിടെ കാണുന്നുണ്ട്. എന്റെ മാർവിൽ ചാരുള്ള സമയത്ത് എത്ര ആനന്ദങ്ങൾ നമ്മൾ ദിവസങ്ങൾ ഒരുങ്ങേണ്ടുന്ന ദിവസം ദൈവസഭയെ ദൈവ ആത്മാവ് തേജസ്സോടെ മുന്നേറ്റേണ്ടതിന് നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാമല്ലോ. രാഷ്ട്രീയ വിടുതൽ തരണം, അതിന്റെ വാതിൽ തുറക്കണം, ജനത്തിന് വിടുതലാക്കണം. ശ്രേഷ്ഠന്മാരായ സന്തുദാസന്മാരെ ഏൽപ്പിക്കുന്നു. ദൈവമക്കൾക്കായി വിശേഷാൽ ഈ കുടുംബത്തിന് രാത്രി ഇത്രയും അതുപോലെ പ്രാർത്ഥിക്കുന്നു. സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആയി തീരുമാനം
പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ നാട്ടിൽ നിന്ന് പ്രിയ മാതാപിതാക്കൾക്ക് തലമുറകളുടെ നന്മകൾ കണ്ട് സന്തോഷിക്കുവാൻ ഈ ആഴ്ച കൂട്ടം ഭാഗ്യത്തിനായി കുറിയുള്ള മറകൾ എല്ലാവരെയും മറക്കണം. ഒന്ന് ശരിഗ്രഹിക്കണം, കൃപ പകരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, പ്രാർത്ഥന കേൾക്കണം. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒരു ധ്യാനത്തിൽ നിന്നാണ് നാം ചിന്തിച്ചു തുടങ്ങുവാൻ. ദിനത്തിന്റെ 27 പുസ്തകങ്ങളിൽ 21 പുസ്തകങ്ങളും ലേഖനങ്ങളാണ്. ലേഖനങ്ങളെ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ച് പഠിക്കുന്നത്. ഓൺലൈൻ എപ്പിസ്റ്റൽസ്, പൗലോസിക ലേഖനങ്ങളെന്നും പൊതുലേഖനങ്ങളെന്നും ലേഖനങ്ങളെ പ്രധാനമായിട്ട് 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. പൗലോസിന്റെ ലേഖനങ്ങൾ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 എണ്ണമാണ്. പൗലോസിന്റെ ലേഖനങ്ങളെ പ്രധാനമായിട്ടും 4 വിഭാഗമായിട്ടാണ് തിരിച്ചു പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രക്ഷാ തത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ, സോറ്റീരിയോളജിക്കൽ എപ്പിസ്റ്റൽസ്. ഇതിൽ പ്രധാനമായിട്ട് 4 പുസ്തകങ്ങളാണ് കടന്നു വരുന്നത്. റോമാലേഖനം, 1, 2 കൊരിന്ത്യ ലേഖനങ്ങൾ, ഗലാത്യ ലേഖനം. ഈ 4 ലേഖനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രക്ഷാ തത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളെന്ന് നാമകരണം ചെയ്യുവാനായിട്ട്. രണ്ടാമത്തെ വിഭാഗമാണ് എക്ലീസിയോളജിക്കൽ എപ്പിസ്റ്റൽസ്, സഭാ തത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ. 1, 2 തിമോത്തിയോസിന്റെ ലേഖനം, തീത്തോസിന്റെ ലേഖനം ഈ ഭാഗത്ത് വരുന്നത്. മൂന്നാമത്തെ ലേഖനങ്ങളാണ് ക്രിസ്റ്റോളജിക്കൽ എപ്പിസ്റ്റൽസ്. ഇതിന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് പ്രധാനമായിട്ടും ഓർപ്പിക്കുന്നത്. ക്രിസ്തുശാസ്ത്രപരമായിട്ടുള്ള ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം. 4ാമത്തെ വിഭാഗമാണ് എസ്കറ്റോളജിക്കൽ എപ്പിസ്റ്റൽസ്, അന്ത്യകാല ശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ. ഇതിൽ പ്രധാനമായിട്ടും 1, 2 തെസ്സലോനിക്ക ലേഖനങ്ങൾ ആണ് പ്രധാനമായിട്ടും ഇതിനകത്ത് കാണുവാനായിട്ട് ഇടയാണ്. അങ്ങനെ പൗലോസിന്റെ ലേഖനങ്ങളെ വിവിധ നിലകളിൽ നമുക്ക് തിരിച്ച് പഠിപ്പിക്കുവാനായിട്ട്. കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ സമയം ചിന്തിച്ചു തുടങ്ങുവാനായിട്ട്. പൗലോസിന്റെ 2ാമത്തെ വിശ്വയാത്രയിലാണ് ഗ്രീക്ക് സാമ്രാജ്യത്തിൽ, പ്രത്യേകിച്ച് അഖായ പ്രദേശങ്ങളിൽ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുവാനായിട്ടിടയായി. സ്തോത്രം. കൊരിന്ത്യയിൽ ഏതാണ്ട് 1.5 വർഷക്കാലം, 18 മാസക്കാലം ജീവന വചനം ശക്തമായിട്ട് പ്രഘോഷിപ്പിക്കപ്പെട്ടപ്പോൾ ധാർമ്മികമായിട്ട് അധപ്പതിച്ച് ആ പട്ടണത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയാണ്. അപ്പൊ അവർക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. അപ്പോൾ നമ്മൾ വളരെ സമയമെടുത്ത ഭാഗങ്ങൾ വിശദീകരിച്ചതുകൊണ്ട് അവർ നല്ല ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയിൽ പോകുന്നു. ഇതിലൂടെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ 13 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയിൽ എത്ര ആത്മീയ ഗുണങ്ങൾ, ഭൗതിക നന്മകൾ ഉണ്ടായിരുന്നാലും ജീവിതത്തെ സ്വയശിക്ഷണത്തിന് വിധേയപ്പെടുത്തിയില്ലെങ്കിൽ സ്തോത്രം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയും. ഇതാണ് ഈ വേദഭാഗ്യത്തിന്റെ ഏറ്റവും കാമ്പായിട്ടുള്ള പ്രധാനപ്പെട്ട ഉദാഹരണം. 106-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം. 106-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ വാക്യം. Psalms 106 verses 15. അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന സായികളുടെ ബന്ധത്തിലുള്ള ഒരു വാക്യം നമ്മൾ വായിച്ചത്. അവർ അപേക്ഷിച്ചത് അവർക്ക് എങ്കിലും അവരുടെ പ്രാണൻ എന്തോ പറ്റി? എന്തൊക്കെയാ അവർ അപേക്ഷിച്ചത്? പണ്ടാ ചോദിച്ചു, ലിമിറ്റ് വെച്ചതാണെന്നാണ് ദൈവം കൊടുത്തത്. സാമർത്ഥ്യമായിട്ട് കൊടുത്തു. കാണപ്പക്ഷിയെ ചോദിച്ചു, സാമർത്ഥ്യമായിട്ട് അറിയപ്പെടുന്നത്. പാറയിലെ വെള്ളം സാമർത്ഥ്യമായിട്ട് അറിയപ്പെടുന്നത്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം,
ദൈവത്തിന്റെ സാന്നിധ്യത്തെ സമർത്ഥമായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ വചനം എന്താ പറയുന്നത്? 20 വയസ്സിന് മുകളിൽ വാഗ്ദത്ത കനാലിൽ എത്തി എത്ര പേര് എടുത്തു? 2 പേര്. നമുക്കറിയാം, യോശുവായി ബാക്കി എല്ലാവരുടെയും ശവമടക്കം ഇവിടെ നടക്കും, മരുഭൂമി നടക്കും. ഞാൻ രാവിലെ ഈ ദൈവദിനം ധ്യാനിച്ചപ്പം സംഖ്യാപുസ്തകത്തിൽ ഒരു വാക്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പ്രസംഗിക്കുന്നില്ല, വാക്യം ഞാൻ നിങ്ങൾക്ക് വന്ന് ഓർപ്പിച്ചു തരാം. എടുത്ത സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വന്നേ. എല്ലാവരും നോട്ട് ചെയ്തിട്ടേക്കും ഭാഗമാണ്. നമ്പേഴ്സ് ചാപ്റ്റർ 40. സ്തോത്രം സ്തോത്രം സ്തോത്രം. 26-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. കുറച്ച് വായിക്കാം. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറയുവീൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. കേട്ടോ, ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എന്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കുകയില്ല. അടുത്ത വാക്യം. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. പിന്നെ നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങളോ നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യ ഭംഗം വഹിക്കും. അടുത്ത വാക്യം. ദേശം വെച്ച് നോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച എന്റെ അകൽച്ച അറിയും. ഒരു വാക്യം കൂടെ. എനിക്ക് വിരോധമായി കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും എന്ന് യഹോവയായി ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഈ വാക്യമൊക്കെ നോട്ട് ചെയ്ത് വീട്ടിൽ പോയി വായിക്കുന്നു. അത്രയോ ദൂത ഇതിനകത്ത് കിടക്കുന്നത്. വാസ്തവത്തിൽ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത കനാലിൽ എത്ര ദിവസം മതി? ഈ ഇസ്രയേൽ, പാലസ്തീൻ, കനാൻ ദേശം ഇതിങ്ങനെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ കാൽനടയായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ 40 ദിവസം മതി. പക്ഷെ 40 വർഷം ദൈവം അവർക്ക് കൊടുക്കാനുള്ള കാരണം ഇവിടെ പറഞ്ഞു. സ്തോത്രം. അതിനകത്തൊരു ദൂത് ഞാൻ എടുത്തു പറയാം. ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്തോത്രം വാഗ്ദത്തങ്ങൾ നീണ്ടു പോകുവാനായിട്ടില്ല. വചനത്തിന്റെ ഒരു വെളിപ്പാടാണ്. ദൈവത്തിന് അവരോട് ഇടപെടാൻ പറ്റാതെ വരും. പറഞ്ഞത് എന്റെ അകൽച്ച നിങ്ങൾ അറിയുന്നു. സ്തോത്രം. ഒരു ഭയങ്കര ദൂതാണ്. എനിക്ക് തൊടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കയറാത്തത്. ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയത്തിൽ ദൈവത്തിന്റെ അകൽച്ചയല്ല, ദൈവത്തിന്റെ സാമീപ്യമാണ് നമ്മൾ പ്രാർത്ഥിച്ച പല വിഷയത്തിനും ആഗ്രഹത്തിന്റെ കർത്താവ് മാറിയിരുന്നു. ഈ ഉപവാസ പ്രാർത്ഥന അണിച്ചു വന്നാൽ ദൈവത്തിന്റെ സാമീപ്യം ചില കുടുംബങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്, ചില വ്യക്തികൾ അനുഭവിക്കാൻ പോവുകയാണ്. 5 വിധത്തിലുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ അവര് പ്രാരംഭത്തിൽ അനുഭവിക്കുവാനായിട്ടിടയായി. 5-ാം വാക്യത്തിൽ അവർ പറയുന്നത് സ്തോത്രം, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. രാവിലെ ഞാൻ ഓർപ്പിക്കാനായിട്ടിടയായി പൗലോസിന്റെ ലേഖനങ്ങളിൽ 6 ഭാഗത്ത് അറിയാതെ ഇരിക്കരുത് എന്ന് പൗലോസ് ഓർപ്പിക്കാനായിട്ടിടയായി. അതിനകത്ത് ഒരു കാര്യം മാത്രമേ ഞാൻ രാവിലെ ഓർപ്പിച്ചു. സ്തോത്രം. 5 കാര്യം കൂടെ പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് ദൂതിലേക്ക് വരുവാൻ പോവുകയാണ്. സ്തോത്രം സ്തോത്രം. ഒന്നാമതായിട്ട് അറിയാതിരിക്കരുതെന്ന് പറഞ്ഞ ഭാഗം ഏതായിരുന്നു?
2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്തായിരുന്നു അവരുടെ വിഷയം? ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടാകുമെന്നും പൗലോസിനെ ദൈവം വിടിവിച്ചെന്നും നമ്മെ ഇന്നലകളിൽ വിടിവിച്ചു, ഇന്ന് വിടിവിച്ചുകൊണ്ടിരിക്കുന്നു, നാളെയും മേലാലും നമ്മുടെ കർത്താവ് വിടിവിക്കും. ഈ ഒരു അറിവ് ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഉണ്ടായിരിക്കും. ഒരു കഷ്ടത വന്നു എന്നുള്ള കാരണത്താൽ, വേദന വന്നു എന്നുള്ള കാരണത്താൽ ദൈവം മറന്നു കളയത്തില്ല. നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട്. ഇന്നലെ ദൈവം നമ്മെ വിടിവിച്ചു, ഇന്ന് ദൈവം നമ്മെ വിടിവിച്ചുകൊണ്ടിരിക്കുക. മേലാലും ദൈവം വിടിവിക്കുന്ന ദൈവമാണ്. ഓർമ്മയുള്ള ദൈവമൊക്കെ സ്തോത്രം പറയണം. രാവിലെ ഞാനൊന്ന് ഓർപ്പിക്കാനായിട്ട് ഇടയായി. കഷ്ടത എത്രയേ ഉള്ളൂ? അല്പനേരത്തെ അനുമായിരിക്കും. ഞാൻ ഒത്തിരി വിശദീകരിച്ച് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ആ ഭാഗം വിടും. 2-ാമതായിട്ട് പൗലോസ് അറിയാതിരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് നോക്കാം. വസന്തിന്റെ ബൈബിൾ സ്റ്റഡിയാണ്. ആഴ്ചകൾ എടുക്കേണ്ടുന്ന ദൂതാണ്. ശക്തതയാനെ ഓർപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. അവൻ റോമലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. 2 കാര്യങ്ങളാണ് അതിനകത്ത്. റോമൻസ് ചാപ്റ്റർ 1:13. 2 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടത്. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഫലമുണ്ടാകും. സ്തോത്രം. വെറുതെ ഒന്ന് ആരാധിച്ച് സ്തോത്രം പറഞ്ഞ് സ്തോത്രാഴ്ച ഇട്ടിട്ട് പോവുകയല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തോ ഉണ്ടാകണം? വിഷമമില്ലായിരിക്കും. എല്ലാവരും മുഖം അത് സന്തോഷിച്ചിരിക്കണം. നമ്മളെ ജീവിതത്തിൽ എന്തോ ഉണ്ടായിരിക്കണം? ഫലമുള്ളവരായിരിക്കണം. മറ്റൊരു സായിപ്പ് ഇറക്കി വന്നപ്പോ വിശ്വാസികളെ പല നിലയിൽ തിരിച്ചു. ഒന്നാമത്തെ കൂട്ടം വിശ്വാസിയാണ് തൊട്ടാവാടി വിശ്വാസി. എന്താ വിശ്വാസി? കശ്മീരോ? എന്താ തൊട്ടാവാടിയുടെ പ്രത്യേകത? ഈ ഇലയൊക്കെ ഇങ്ങനെ വീടന്നിരിക്കും. ഒരു ചെറിയ കല്ല് വീണാൽ മതി. എന്തോ അങ്ങനത്തെ ഒത്തിരി വിശ്വാസം ഇവിടെ ഇല്ല. നിങ്ങളെല്ലാം ശക്തരാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം. ഒത്തിരി ഇടത്തുണ്ട് തൊട്ടാവാടി വിശ്വാസികൾ. സ്വോത്രം. ചെറിയൊരു വിഷയം വന്നാൽ മതി, പെട്ടെന്ന് അത് വേണ്ടി 2 ആഴ്ച സവാരിന് വേണ്ടി വന്നാൽ തന്നെ സ്വോത്രം പറയുന്നത്. സ്വോത്രാഴ്ച പോലും ഇടാൻ. ഇതാണ് ഏത് വിശ്വാസി? ആരാധന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സെരൂബാബിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് നമ്മൾ വിചാരിച്ചു. പ്രശ്നം വന്നാൽ മതി വാടി താളർന്ന് എന്റെ സാക്ഷി പറയും എല്ലാവരും എന്നെ ഒന്ന് പ്രാർത്ഥനയെ താങ്ങിക്കോണം. ഏത്തവാടിക്ക് മുതലെ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ സാധനം നിർത്തിയിരിക്കുക. ഇങ്ങനെ ചെറുത്തിനെ വിശ്വാസം ഇവിടെ ഇല്ല. നിങ്ങൾ ദൈവമായിട്ട് സ്വോത്രം പറഞ്ഞു. സ്വോത്രം കേട്ടപ്പോ ഉണ്ടെന്ന്. 2-ാമത്തെ കൂട്ടം വിശ്വാസിയാണ് ഉന്തുവിശ്വാസി. എന്താ ഉന്തുവിശ്വാസിയുടെ പ്രത്യേകം? ദൈവത്തിന്റെ ദാസൻ അവൻ ഞായറാഴ്ച ഓരോ മീറ്റിങ്ങളെ പറ്റി ഓർപ്പിച്ചാൽ ചിലര് പറഞ്ഞെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഒരു വിശ്രമയോടെങ്കിലും കൊടുത്തെങ്കിലും ഓർപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. വിശ്വാസം ഇവിടെ ആരും ഇല്ല. ഒരു സ്വോത്രം പറയാൻ. 1-ാമത്തെ കൂട്ടം വിശ്വാസിയാണ് സമ്മതയും വിശ്വാസം. ഞായറാഴ്ച ഒരു 3 മണി കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച 10:30 മണിക്ക് ആളുടെ കിട്ടും. ഇപ്പോഴത്തെ കാര്യം നിങ്ങൾക്ക് അറിയില്ല. സ്വോത്രം. ചിലാണ്ടി സഭായുഗത്തിന്റെ ഏറ്റവും പുറകിലത്തെ കസാരയുടെ ആ ഫാന്റെ തൊട്ട് കീഴത്തെ കസേരയിലേ വന്നിരിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. സന്തോഷിപ്പിച്ച പാട്ടും പാടി ഇവിടെ എഴുതേക്കത്തുള്ളൂ. എല്ലാ ആഴ്ചയിലും പാടുന്ന പാട്ട് ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം മാത്രമേ അറിയത്തുള്ളൂ. പുള്ളി കഴിഞ്ഞ ഒരാഴ്ച എന്തൊക്കെ ഭുജിച്ചതോ ഇതേ സഭായും മുടക്കത്തുമില്ല. പാട്ടുപാടി സാക്ഷ്യം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം പറയാം. അടുത്ത കൂട്ടം വിശ്വാസിയാണ് ഈഗിൾ വിശ്വാസം. ആരാ? കഴുകൻ വിശ്വാസം. എന്താ കഴുകൻ വിശ്വാസിയുടെ പ്രത്യേകം? എല്ലാ പക്ഷികളും താഴ്ന്നു പറക്കുമ്പോ അത് ഇച്ചിരി ഉയരത്തിനെ പറക്കും. എന്നുവെച്ചാൽ കൊച്ചു പ്രശ്നമൊന്നും ഇദ്ദേഹത്തെ ബാധിക്കത്തുള്ളൂ. ചില സഭകളിലൊക്കെ ചെന്ന് പ്രശ്നം കേട്ടാൽ നമുക്ക് ഭയങ്കര രസമാണ്. ഞാൻ നോക്കി, എന്നെ നോക്കിയില്ല. ഞാൻ കൈ കൊടുക്കാൻ പോയി, എനിക്ക് കൈ തന്നില്ല. ഇതൊന്നും എനിക്ക് ക്ലാസ് വന്നു. സ്വോത്രം സ്വോത്രം.
ആരെങ്കിലും വിശ്വാസം ചെയ്യുന്നൊന്നും വിഷയമല്ല. ആരും ഒരാൾ സംസാരിക്കാൻ പോയി സംഘത്തിന് എന്തോ പറഞ്ഞു തട്ടി ഡോക്ടർ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടേ വിടാം. ഉത്തരം സ്വോത്രം. അത് നമ്മെ വിളിച്ച നമ്മുടെ ദൈവമാണ്. ഒന്നാം അധ്യായം 15-ാമത്തെ വാക്യം പടപടാക്കി വാക്യം കൊണ്ട് വായിക്കാം. സ്വോത്രം സ്വോത്രം. ഗലേഷ്യൻസ് 1:50. ഗലേഷ്യൻസ് 1:50. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പൊ നമ്മെ വിളിച്ചത് ആരാ? ദൈവമാണ് എന്നെ വിളിച്ചതെന്ന് ഉറപ്പുള്ള ഒരു മാത്രം ഒരു സ്വോത്രം പറഞ്ഞു. ഉറപ്പുണ്ടല്ലോ സ്വോത്രം സ്വോത്രം. ദൈവം വിളിച്ചുകൊണ്ടിരിക്കുക നമ്മളൊക്കെ നിൽക്കുന്നത്. ഇത്ര പ്രതിസന്ധിക്ക് ജീവിതത്തിൽ കടന്നു വന്നപ്പോ പലരും കൈമാറി കൈവിട്ടപ്പോ മാറിപ്പോയപ്പോ ആ ഉറപ്പാ നമ്മളെ ഇന്ത്യയാത്തി നിർത്തി. പറയട്ടെ, എന്നെ വിളിച്ചത് ആരാ? ഏത് വാക്യമായിരുന്നു? രണ്ടാമതായി യേശുക്രിസ്തു ചെയ്ത് നോക്കാം. എഫീസ്യ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചു. എഫീഷ്യൻസ് 1. അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. അപ്പൊ അങ്ങനത്തെ ഒരു ഇടപാടുണ്ട്. സ്വർഗത്തിലെ സകല നമ്മൾ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? അല്ലേ? ഒരു വീടുണ്ടെങ്കിൽ ദൈവം പറക്കിയിട്ട് അനുഗ്രഹിച്ചത്. 2-3 കാലം ഉണ്ടെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിലുള്ള അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ എഫീസിലെ എനിക്ക് തൊടാൻ സമയമില്ലല്ലോ. 3-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ നിങ്ങൾ സൂക്ഷിച്ചു വായിച്ചാൽ 12 കൂട്ടം അനുഗ്രഹങ്ങൾ അതിനകത്തുണ്ട്. സ്വോത്രം. ഇതൊരു ഹോംവർക്ക് ആയിട്ട് സ്വോത്രം. എനിക്ക് പോയി എന്ന് ആഞ്ഞു പിടിച്ച് വായിച്ചെങ്കിൽ അത് കിട്ടത്തല്ലോ. 12 ഉണ്ടോ? 12 കൂട്ടം അനുഗ്രഹങ്ങൾ എഫീസിലേക്ക് 3-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ ഈ പുസ്തകത്തിലുണ്ട്. വീണ്ടെടുപ്പ്, ദത്തെടുപ്പ്, സ്വോത്രം, കൃപാദാനം, മുൻനിയമനം എന്ന് തുടങ്ങി 10-12 കൂട്ടം അനുഗ്രഹങ്ങൾ അതിനകത്ത്. ആ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. ഒരു സ്വന്തം പറയാൻ പറ്റുമോ? പിതാവായ ദൈവം ഇതും പിതാവായ ദൈവം ഇതും അവൻ വിളിച്ചു. പിതാവായ ദൈവം ചെയ്തു വിളിച്ചു. യേശു ക്രിസ്തു എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് എന്തോ ചെയ്തു? അപ്പോസ്തലപ്രവൃത്തി 13:2. Acts 13:16. അപ്പോസ്തലപ്രവൃത്തി 13:2. അവർ കർത്താവിനെ ആരാധിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മെ വേർതിരിച്ചു. ഈ 3 വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേ. പിതാവായ ദൈവം എന്നെ വിളിച്ചു, യേശു ക്രിസ്തു എന്നെ തെരഞ്ഞെടുത്തു, പരിശുദ്ധാത്മാവ് എന്നെ വേർതിരിച്ചു. പക്ഷെ ഏകത്വം പറഞ്ഞാൽ പിതാവായ ദൈവം നമ്മെ സന്തോഷത്തോടെ വിളിച്ചു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ്. ആ ഉറപ്പുണ്ടോ? ഈ ചുനാട്ടം പാറ ഏതോഷിയില്ലാത്ത എനിക്ക് കറക്റ്റ് അറ്റാന്റിക്കാണോ പസഫിക്കാണോ ഏതോ ഒരു ഓഷിയിലുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആഴ് കടലിൽ നിന്നും തിരമാലകൾ ഒങ്ങി ഉയർന്ന് കടന്നു വരുമ്പോ ഓരോ പ്രാവശ്യം ജിബ്രാൽറ്റർ പാറയോട് പറയുന്നത് നിന്റെ തായ്മേൽ പിഴുത് ആഴ കടലിൽ ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ആ തിര വന്നടിച്ച് പാദപ്പിച്ചത് മടക്കി പോകും.
ഇപ്രാറ്റം പാറ ഇന്നും അവിടെയുണ്ട്. ഇങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി. ഒരാറ്റം വരുമ്പോ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ ഉയർന്നു വരുമ്പോ ആ തീരം അടിച്ച് നിന്നെ വിട്ടു പോകണം. ഉറപ്പോട് ദൈവമക്കൾ അവിടെ നിൽക്കണം. രാത്രി ദൈവം ഓർപ്പിക്കട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം വിശ്വസിക്കുന്ന ദൈവമക്കൾ സമയം പെട്ടെന്നാ പോകുന്നത്. പക്ഷെ ഇതിന് വിശദീകരിച്ചാൽ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരണം. റോമാലേഖനം 1:13 2 കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഒരു ദൈവവിധൻ ഭാരമുള്ളവനായിരുന്നു. രണ്ടാമതായിട്ട് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം, സാത്താൻ നമ്മുടെ വഴികളെ തടയുമെന്ന് ദൈവമക്കൾ അറിയാതെ ഇരിക്കരുത്. സ്വന്തം പറയാൻ പറ്റുമോ? സാത്താൻ നമ്മുടെ വഴികളെ തടയുമെന്ന് ദൈവമക്കൾ അറിയാതിരിക്കുക. അറിവ് ദൈവമക്കൾ ഉണ്ടായിരിക്കും. ഇതൊരു ബൈബിൾ സ്റ്റഡി ആയിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ ഞാൻ തൊട്ടേനെ. നമുക്ക് അത്രയും സമയമില്ല. മറ്റൊരു ഭാഗമാണ് നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം നമ്മൾ എല്ലാ വീട്ടിലും ദൈവം തന്നെ ദൂത് പറഞ്ഞിട്ടുണ്ട്, ദൈവദാസന്മാർ ദൂത് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ദൂത് പറയുമ്പോൾ തന്നെ ദൂത് കേൾക്കുന്ന മറ്റൊരു പുള്ളികൊണ്ടുണ്ട്. അവന്റെ പദ്ധതി എങ്ങനെയും ഈ വാഗ്ദത്തം തടയണം. തെളിയിച്ച് സംസാരിച്ചത് പൗലോസിനോട് ദൈവ കാരാഗ്രഹത്തിൽ കണ്ടപ്പോ പറഞ്ഞതാണ്, കൈസർ സിംഹാസനുള്ള റോമാ പട്ടണത്തിൽ എന്നെ കൊണ്ട് നിർത്താം. 40 ചെറുപ്പക്കാരുടെ ഈശാനം കൊണ്ട് കുടിങ്കാറ്റ് വെളുത്താവിങ്കിൽ ചെന്നപ്പോ ആണിന് കയ്യൊക്കെ തോന്നി. എന്തോ തടസ്സങ്ങളാണെന്നറിയാം. പൗലോസിനെ പറയുന്നുണ്ട്, പല പ്രാവശ്യം ഞാന് അവൻ റോമയിൽ എത്താനായിട്ട് ആഗ്രഹിച്ചതാണ്, പക്ഷെ സാത്താൻ തടഞ്ഞു. രാത്രി യോഗം കൂടെ നടക്കുമ്പോ 2024 ചില കുടുംബങ്ങളിൽ നടക്കേണ്ട വാഗ്ദത്തങ്ങൾ, വ്യക്തിജീവിതങ്ങളിൽ നടക്കേണ്ട വാഗ്ദത്തങ്ങൾ, കാലതാമസങ്ങൾ വരുത്തി തട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രാത്രി ഉപവാസ പ്രാർത്ഥനയില് കൃപ പ്രാപിച്ച ദൈവമക്കൾ ശക്തമായി ആരാധിച്ച് ഞാൻ ഇന്ന് രാത്രി ഇതുകൂടെ പറയുമ്പോ ചില കുടുംബങ്ങളോട് വ്യക്തി ജീവിതങ്ങളോട് കൈ ലഭിക്കേണ്ട ചില നന്മകൾ കയ്യെത്താവുന്ന ദൂരത്ത് തട്ടിക്കളയുന്നത് പോലെ നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന വ്യാപാരം ഉണ്ടെങ്കിൽ, ഞാനൊരു ഭാഗം വിശ്വാസിയാണ്, സ്വത്രം പറഞ്ഞ് മുക്കാണമെന്ന് പറയാം. മുഴങ്കാലിൽ നിന്ന് ആത്മശക്തികൾ ഏറ്റെടുത്ത് ശാസിക്കണം. നടക്കട്ടെ. നിന്റെ കുടുംബം അനുഭവിക്കേണ്ട സ്വസ്ഥത, നിന്റെ തലമുറ അനുഭവിക്കേണ്ട വിടുതലുകൾ, അവരുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട വിടുതലുകൾ, ചോദിക്കുവാൻ നിൽക്കുമ്പോൾ ആത്മോണ്ട് ചലിക്കുന്ന ദൈവമക്കളുണ്ട്. വായിച്ചത് ദൈവമക്കൾക്ക് ഫലമുണ്ടാകണമെന്നും സാത്താൻ നമ്മുടെ വാഗ്ദത്തങ്ങളെ വഴികളെ തടയുമെന്നും ദൈവമക്കൾ അറിയാതെ ഇരിക്കരുത്. അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അവിടെ കൂടെ കൂടെ നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നത്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ
ഒരു കുപ്പ് കൗർത്തെടുക്കാൻ പറ്റത്തില്ല. കുരിശ് കെട്ടിയാൽ വലിയ ഉള്ള പങ്കിടുവാനായിട്ടിടയാണ്. പാപമണ്ഡലത്തിലോട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് കയറിക്കളെ ആത്മാവിന് ബലം ഏറ്റെടുത്തോടെ അതിനുള്ള അധികാരത്തോടെ പറഞ്ഞോടെ അവകാശത്തുമേ നിന്റെ സിംഹാസനം മൂന്നാമതായി നമുക്ക് നോക്കാം 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 1. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ഇന്ന് രാത്രി ദൈവമക്കൾക്ക് മനസ്സിലാക്കണം, കൃപാവരങ്ങളെ കുറിച്ച് ദൈവമക്കൾക്ക് ഒരാളുമുണ്ട്. ഈ ഭാഗത്ത് 9 വിധത്തിലുള്ള ആത്മീയ വരങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. വസ്തുത കൃപാവരം അതല്ല, അത്രയല്ല. ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ ഏതാണ്ട് 22 കൂട്ടം കൃപാവരങ്ങൾ നിയമത്തിലുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ദൈവമക്കൾക്ക് എന്തുകൊണ്ടായിരിക്കണം? ഒരാളുണ്ടായിരിക്കണം. കൃപാവരങ്ങളെ കുറിച്ച് ദൈവമക്കൾക്ക് ആളുകളുണ്ടായിരിക്കണം. നീ ഏതെങ്കിലും ഒരു സമയത്ത് വരുന്ന ആംബുലൻസ് മേഖലകൾ അവിടെയൊക്കെ തൊടാം. ഇന്ന് രാത്രി നമുക്ക് കയറാൻ പറ്റാത്തത്. എത്രണ്ണം പറഞ്ഞു? ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമതായിട്ട് എന്താ നമ്മൾ പറഞ്ഞത്? രാവിലെയൊക്കെയും നമ്മൾ വിശദീകരിച്ച് വെട്ടിക്കുക. ഒരു ദൈവവൈദ്യന്റെ കഷ്ടതയുണ്ടെന്നും പൗലോസിനെ വിടിവിച്ചതും ഇന്നലകളിൽ നമ്മളെ വിടിവിച്ചു, ഇന്ന് വിടിവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ വിടിവിക്കും. ഞാൻ തന്നെ അതിൽ ഇതെല്ലാം പറയുന്നത് നിങ്ങൾ പറയുന്നത്. രണ്ടാമതായിട്ട് ദൈവത്തിന് ഫലം ഉണ്ടാകണം. സാത്താൻ വഴികളെ തടയുമെന്നും, തടയുമെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കാനാണോ? ആത്മബലം ഏറ്റെടുത്ത് ദൈവമക്കൾ പോരാടിയാവണം. ദൈവം ദൈവമക്കൾക്കാണ്. മൂന്നാമതായിട്ട് ഓർപ്പിച്ചത് കൃപാവരങ്ങളെ കുറിച്ച് ദൈവമക്കൾക്ക് എന്തുണ്ടായിരിക്കണം? അതുകൊണ്ടായിരിക്കണം. നാലാമതായിട്ട് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 Thessalonians chapter 4 verses 13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരിച്ചവരെ കുറിച്ച്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ദൈവമക്കൾക്ക് എന്തുണ്ടായിരിക്കണം? അടിസ്ഥാനപരമായിട്ടുള്ള ഒരാൾക്കുണ്ടായി. സ്തോത്രം, സ്തോത്രം. മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ എത്ര നാൾ അവിടെ ഉണ്ടായിരിക്കും? അതിനുശേഷം എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഈ പ്രസംഗമൊക്കെ കേട്ട് ദൈവജനം ധ്യാനിക്കുന്നതുകൊണ്ട് ഒരു അറിവുണ്ടെന്ന എന്റെ ചിന്ത. ഉണ്ടെങ്കിൽ ഒരു സ്വോത്രം 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 സ്വോത്രം. ഒരു പാവപ്പെട്ട ഒരു കൊച്ചന്റെ അമ്മയുടെ ശവടം കടന്നുകൊണ്ടിരിക്കുക. അപ്പം അച്ഛന് വീട്ടിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോ 1 അരമണിക്കൂർ ആയപ്പോഴത്തേക്കാണ് നിർത്താൻ പോകുന്ന ഒരു സാഹചര്യം തോന്നി. അപ്പൊ ഈ കൊച്ച് സ്തോത്രം ഇങ്ങനെ ഭാരപ്പെട്ടിട എല്ലാവരുടെയും ഈ ശവടക്കിനൊക്കെ ഒത്തിരി സമയം ചൊല്ലാറുണ്ട്. എന്റെ അമ്മയുടെ ശവടക്കിന് മാത്രം അച്ഛൻ എത്ര സമയം ചൊല്ലിയുണ്ട്? 1 അരമണിക്കൂറിൽ. എന്നിട്ട് പോയി ഞാൻ കിടക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ ജന്മിയുടെ നടക്കുന്നുണ്ട്. അന്ന് തിരുവേനിയുണ്ട്, അച്ഛന്മാരുണ്ട്. ഇവരാരും നിർത്തുന്നില്ല, മണിക്കൂർ കണക്കിനങ്ങ് അവൻ ചൊല്ല. അപ്പൊ ഇത് കേട്ടപ്പോ ഈ കൊച്ചി എടുക്കാൻ അവിടെ നിന്ന് പൊട്ടി ഒരു തരച്ച്. അപ്പൊ അച്ഛന് സഹതാപമുണ്ടായി. ഇങ്ങനെ അടുക്കൽ വിളിച്ചിട്ട് ഇവരെ ചേർത്ത് ഇട്ടിട്ട് വെച്ചു, മോൻ എന്താടാ ഇപ്പൊ കരയുന്നത്? അമ്മ മരിച്ചത് കൊണ്ടാണോ? ഇവൻ പറഞ്ഞല്ല, എന്റെ അമ്മ മരിച്ചപ്പോ എത്ര മണിക്കൂർ എത്ര സമയം ചൊല്ലിയുള്ളൂ? 5-6 മണിക്കൂറായിട്ട് ഇതിനെ ആശംസിക്കണമല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്റെ പൊന്നുപോലെ നിന്റെ അമ്മ കൃപയും ജീവിച്ചതുകൊണ്ട്, നല്ലോണം ജീവിച്ചതുകൊണ്ട് 1 മണിക്കൂർ പോലും ചൊല്ലണ്ടായി. പോയി ഈ പുള്ളി 5-9 മണിക്കൂർ ചൊല്ലിയാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചൊല്ലിയത്. ഇപ്പോഴാവുന്ന ഒരു ആശ്വാസം. അപ്പൊ ദൈവങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം. അവൻ സ്വത്രം മരിച്ചു കഴിഞ്ഞപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കുക, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ടാണ്? സ്വർഗം ഒന്നല്ല, സ്വർഗം ഒന്നിലധികമുണ്ട്. 3-ാം സ്വർഗത്തിന്റെ വെളിപ്പാട് ആര് പറയുന്നുണ്ട്? പൗലോസ് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്ക് അറിയുന്നു. 14 സംവത്സരം മുമ്പ്
മൂന്നാം സ്വർഗത്തോളം വിളിക്കുന്നു. അപ്പൊ മൂന്നാം സ്വർഗം എന്ന് പറയണമെങ്കിൽ ഒന്നാം സ്വർഗമുണ്ട്, രണ്ടാം സ്വർഗമുണ്ട്, മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാതിസ്വർഗം. അവിടെയൊക്കെ നമുക്ക് വായിപ്പിക്കാൻ സമയമില്ലാത്തോണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ജസ്റ്റ് ഇപ്പം തരും എന്ന് പറഞ്ഞ പോലെ തന്നെ പാതാളത്തിന് 3 ഭാഗ്യങ്ങളാണ് ബൈബിൾ, പ്രത്യേകിച്ച് ധനവാന്റെ ദാസന്റെ ഭാഗം വിശദീകരിച്ചപ്പോൾ യേശു കർത്താവ് ഈ നരകത്തിന്റെ പാതാളത്തിന്റെ 3 ഭാഗങ്ങളുടെ വിശദീകരണം തന്നു. അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പർദീസ, ഏറ്റവും താഴത്തെ ഭാഗത്തിനാണ് അധമ പാതാളം അല്ലെങ്കിൽ യാതന സ്ഥലം എന്ന് പറയുന്നത്. ഇതിന്റെ നടുവിൽ ഒരു ഇടമുണ്ട്, അതിന് പിളർപ്പ് എന്നാണ് പൊതുവെ പറയുന്നത്. സ്തോത്രം. ആരാണ് അബ്രഹാമിന്റെ മടിയിലേക്ക് അല്ലെങ്കിൽ പർദീസയിലേക്ക് പോകുന്നത്? വേദപുസ്തകം പറയുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാർ. ആദാം പാപം ചെയ്തു, പാപത്തിന്റെ പരിഹാരാർത്ഥം ആട്ടുകുട്ടിയെ അറുത്ത് ആമൻ സ്തോത്രം ആമൻ ഒന്നാമത്തെ യാഗം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ആമൻ പാപം ചെയ്ത മനുഷ്യർ ദൈവത്തിലേക്ക് അടുക്കണമെങ്കിൽ യാഗങ്ങൾ നടക്കണം. കഴിഞ്ഞ നിയമത്തിൽ ക്രിസ്തുവിൽ കൂടെയുള്ള യാഗത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച ജനം യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത് അവൻ സ്തോത്രം ദൈവസന്നിധി കടന്നു വന്ന് യാഗം കഴിക്കുന്ന വ്യക്തിത്വങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അവിടെ ആത്മാക്കൾ പോകുന്ന ഇടമാണ് പാതാളത്തിന്റെ മുകളിലത്തെ കമ്പാർട്ട്മെന്റ് ആയ അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പർദീസ എന്ന് പറയും. മനസ്സിലായോ? അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ അതിനെന്താ പറയുന്നത്? ആനഡീസ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത്. ആദ്യം അവിടേക്ക് പോയ വ്യക്തിയാണ് നിങ്ങൾ പറഞ്ഞു. പാതാള പർദീസയിലേക്ക് പോയ ആദ്യത്തെ വ്യക്തി. സ്കൂളിൽ പറയുന്നത് ഞാൻ വെള്ളം കൊച്ചനൊരു കണ്ണെങ്കിലും തോന്നിയ ഞാൻ തന്നെ പറയാൻ സമയമില്ലാത്തോണ്ട ക്ലാസ് ആയിരുന്നെങ്കിലൊക്കെ ഞാൻ പറയുന്നില്ല. ആദ്യമായിട്ട് ഏക യാഗം കഴിച്ച് നീതിമാനന്ദ സാക്ഷി പ്രാപിച്ച് പഴുതി പറ്റിയ ഒരാളാണ്. ആദ്യമായിട്ട് പർദീസയിൽ എത്തിയ വ്യക്തിയാണ് അബ്രഹാം. മരിച്ചു, പാതാള പ്രദേശത്തിലേക്ക്. മോശ മരിച്ചു, പാതാള പ്രദേശം. കഴിയുന്നതിൽ വിശുദ്ധന്മാരെല്ലാം മരിച്ചു പാതാളം. ഏറ്റവും ഒടുവിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടക്കുന്നു. സ്തോത്രം. ദുഷ്പ്രവർത്തിക്കാൽ ഒരുവൻ ഇടത്തെ കല്ലിനാണോ വലത്തെ കല്ലിനാണോ? നേരത്തെ നമ്മളൊക്കെ പഠിച്ചു വെച്ചെന്തായാലും വലത്തെ കല്ലിന്. അപ്പൊ പുസ്തകം പറയുന്നത് ദുഷ്പ്രവർത്തിക്കാൽ ഒരുവൻ. സ്തോത്രം, സ്തോത്രം. ഈ കള്ളന്മാരൊക്കെ ഈ കുരിശ് ആണിയൊക്കെ അടിച്ചു വെച്ചിരിക്കുകയോ? ആ വേദനയും അവര് ചെയ്ത ആ പാപത്തിന്റെ പശ്ചാത്താപം എല്ലാം കൂടെ വന്നപ്പം ചിലരെ ആമൻ ദൈവത്തെ ശമിക്കും, വീട്ടുകാരെ ശമിക്കും, സോമൻ പട്ടാളക്കാരെ ശമിക്കും, അസഭ്യ ഭാഷകളൊക്കെ പറയും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം. അങ്ങനെ അവരെ ക്രൂശിക്കിടക്കുമ്പോ താണ്ടൊരു മനുഷ്യൻ ആ വേദനയുടെ തീവ്രതയിൽ പ്രാർത്ഥിക്കുക, പിതാവേ ഇവർ ചെയ്തത് ഇവരോട്. ആ കഷ്ടതയുടെ നടുവിലും ആ മനുഷ്യൻ വിളിക്കുന്നത് എന്താണ്? അവർക്ക് പിടിക്കാനുള്ള അവൻ യോഗ്യതയില്ല, അവർക്കത് അറിയത്തില്ല. ഇന്ന് രാത്രി ഒരു ദൂത് മാത്രം ഞാൻ ഇവിടെ പറയാം. നിന്റെ കഷ്ടതയുടെ തീവ്രതയുടെ വേദനയുടെ ആഴമേറിയ മേഖലകളിൽ ആശ്രയിക്കാനൊരു പിതാവുണ്ട്, പിടിക്കാനൊരു ഭാവമുണ്ട്, ആശ്രയിക്കാനൊരു ഇടമുണ്ട്. സ്തോത്രം. ഈ മനുഷ്യൻ തന്റെ തല ആ ഭാഗത്തേക്ക് തിരിച്ചു. ക്രൂശിനോട് എഴുത്തുക, യേശു യഹൂദന്മാരുടെ ഇവൻ അവിടെ കിടന്നുകൊണ്ടൊരു പ്രാർത്ഥന, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ. സ്തോത്രം. ഈശ്വരനോട് പറഞ്ഞ ഭാഗമുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ 210 മാർഗം മേടിച്ച് അവസാന സമയം യേശുവിനെ വിളിച്ച് സ്തോത്രം സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണ് ആര്? നമ്മുടെ ആളുകള് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഈ കളരെ പിടിച്ച ഒരു
ഉപശാന്തി കണ്ടുപിടിക്കുന്നത്. കൂശി കിടക്കുന്ന കള്ളരുതയില്ല. അവൻ സമയം കിട്ടിയില്ല. ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ ചൊവ്വേനെ ശാനപ്പെട്ട ഈ മനുഷ്യൻ. ശാനം എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയോട് ചേരുന്ന അനുഭവം അല്ലേ? യേശുവിനോട് ഒരുമിച്ച് ആണിയടിച്ചവൻ, യേശുവിനോട് ഒരുമിച്ച് അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യഥാർത്ഥ ശാനം ഏറ്റവൻ കൂശിയാക്കപ്പെട്ട തന്നെയാണ്. സ്തോത്രം. ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും? അവസാനമായിട്ട് ഈ പർദീസിലേക്ക് പോയ വ്യക്തിയായിരുന്നു കൃഷിയിലെ കള്ളൻ. എന്നിട്ട് യേശു ആ ഭാഗത്തേക്ക് പോയി. ഇവിടെ വിശദീകരിക്കുന്നതാണെങ്കിൽ ഈ ഭാഗം പറയാത്തോട് ഞാൻ പെട്ടെന്നൊക്കെ പറയില്ല. സ്തോത്രം. യേശു പാതാള പർദീസിൽ 3 ദിവസം ഉണ്ടായിരുന്നു. സ്തോത്രം. യേശു അവിടെ പ്രസംഗിച്ചു എന്ന് പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ട് മരിച്ചവരോട് കർത്താവ് പ്രസംഗിച്ചു. ഈ വാക്യത്തെ ആധാരമാക്കിയാണ് എപ്പിസ്കോപ്പൽ സഭകൾ മരിച്ചവരോടുള്ള പ്രാർത്ഥന ഇന്നത്തെ ഇതിൽ കൊണ്ടുവരുന്ന യേശു അവിടെ പ്രസംഗിച്ചു. ഈ പ്രസംഗിച്ചു എന്ന പദത്തിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം കെർസോ എന്ന പദമാണ്. വാക്കിന്റെ അർത്ഥം വിളംബരം ചെയ്യുക, പ്രഖ്യാപിക്കുക എന്നാണ്. എന്താണ് കർത്താവ് വിളംബരം ചെയ്തത്, പ്രഖ്യാപിച്ചത്? ആബേൽ മുതൽ കുരിശിലേക്കാളിന് തൊട്ട് മുൻപ് വരെയുള്ള പഴയനിയമത്തിലെ സകല വിശുദ്ധന്മാരുടെ കർത്താവ് പ്രഖ്യാപിച്ചു. വിശ്വാസത്താൽ നിങ്ങളെ ആട്ടിൻകുട്ടിയാണ് പാപത്തിന് പരിഹാരം ഉണ്ടാക്കി. മരണത്തിന് ശേഷം ഈ പർദീസയിൽ വന്നെങ്കിൽ നിങ്ങളെന്ന് യാഗം കഴിച്ച ആട്ടിൻകുട്ടിയുടെ പോരിൽ ഞാനാണ്. അതുകൊണ്ട് സ്നാപകയോഗൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നടിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ നമ്മുടെ പ്രസംഗ കുഞ്ഞാടും ആദിക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു തന്നെ. ഈ പാപങ്ങൾക്ക് വേണ്ടി ആട്ടിൻകുട്ടി ആദിക്കേണ്ട ഏക പാപയാഗ പരിഹാരക്കാൽ രണ്ടാമതായിട്ട് കർത്താവിടെ പ്രഖ്യാപിച്ച വിഷയം. സ്തോത്രം. ഈ യാഗത്തിൽ വിശ്വസിക്കാതെ താന്തോന്നിയായി ജീവിച്ച ആ ബെത്ലഹേമിൽ അധമ പാതാളത്തിൽ കിടക്കുന്ന സകല ദുഷ്ടന്മാർക്ക് ഒരു വാണിംഗ് കൊടുക്കുക. ഇനിയും യാഗങ്ങൾക്ക് പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗമില്ല, ഒരു അന്ത്യ ന്യായവിധി മാത്രമേ ഉള്ളൂ. ഇത് പ്രഖ്യാപിച്ചിട്ട് നമ്മുടെ കർത്താവ് ഹാവേൽ മുതലുള്ള സകല വിശുദ്ധന്മാരുമായിട്ട് സത്യവാക്യം പറഞ്ഞാൽ പാതാള പർദീസ താഴിട്ട് കൂട്ടിയിരിക്കുക. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ മരണത്തിന്റെയും നിങ്ങളുടെ സന്തോഷത്തോടെ പറയുക. നിരാശപ്പെട്ട സംഭവിച്ചു പോയല്ലോ. മരണത്തിന്റെ പാതാളത്തിന്റെ വേദപുസ്തകത്തിന്റെ ഭാഷയില്, ആലങ്കാരിക ഭാഷയില് ഈ പാതാള പർദീസ താഴിട്ട് കുത്തി താക്കോലുമായിട്ടാ കർത്താവ് വെളിയിൽ വരുന്നത്. ഈ സമയത്ത് മന്ദലക്കാരത്തെ മറിയ യേശുവിനെ തൊടാനായിട്ട് യേശു പറഞ്ഞൊരു ഭാഗം, നീ എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ വേദചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ യേശുവിനോട് ഒരുമിച്ച് ഹാവേൽ മുതലുള്ള വഴിനിമത്തിലെ ഓടാനുകൂടി വിശുദ്ധന്മാർ ഇവിടെയുണ്ട്. അപ്പൊ യേശു പറഞ്ഞത് നീ എന്നെ തൊടരുതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടച്ചിങ് അല്ല, നീ എന്നെ തടയരുത്, ഞാനൊരു വലിയ പ്രവൃത്തിയിലാണ്. സ്തോത്രം. അതിനുശേഷം പറയാ യേശുവിനെ തൊട്ട് കാണാം. അപ്പൊ ഇതിന്റെ അർത്ഥം തടയരുത് എന്നുള്ള ആശയത്തിലാണ്. എന്നിട്ട് ഈ വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. അവിടെ ഒരു ഭാഗം ഒരു സ്വർഗീയ പർദീസ കർത്താവ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വചനത്തിന് ദൂത് പറയാം. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ദൈവം മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് പാതാള പർദീസയിലേക്കാണ് പോകുന്നത്, സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പൗലോസിന്റെ വാക്ക് വിട്ടുപിരിഞ്ഞ് കൂടെ ഞങ്ങളുടെ പാപഭാരം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യ ഭാവന ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ
അവരുടെ മരണത്തെ ഭയപ്പെടാത്ത ഒറ്റ കൂട്ടം ആളുകൾ മാത്രമേ ഉള്ളത്. ആരാ? ഞാൻ വിചാരിച്ചു നിങ്ങൾ പറഞ്ഞത് ഞാനാണ് പറഞ്ഞു. അങ്ങനെ എന്തായാലും ആരും പ്രത്യേകം പറഞ്ഞു. ദൈവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മരണത്തെ എന്ന് പറയുന്ന റഷ്യൻ തിയോളജി ജർമ്മൻ തിയോളജിയെ പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, വായിച്ചു. ഹിറ്റ്ലർക്കെതിരെ ഇദ്ദേഹം പ്രസംഗിച്ചത് ആശയങ്ങളുടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. കൊല്ലാനായിട്ട് വിധി കൽപ്പിച്ചു. പട്ടാളക്കാർ വന്ന് കൈയിൽ ചങ്ങല വെച്ചു. സ്തോത്രം. നിറതൂക്കുകളുമായി 2 പട്ടാളക്കാർ. സ്തോത്രം. ഈ മനുഷ്യനെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന അവസരത്തില് സുസ്പേന പതനായിട്ട് ഈ പട്ടാളക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം ഇപ്രകാരം പറയാനായിട്ട് നിങ്ങളുടെ ദൃഷ്ടിയുടെ അവസരം, പക്ഷെ എനിക്കിത് ആരംഭം ചേർത്ത് സൗന്ദര്യം പറയാം. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അവിടെ അന്യഭാഷയൊന്നും പറയുന്നു. ഗീതം പാടി അവിടെ അവൻ സ്ത്രീതന്മാർ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അവിടെ നമ്മുടെ സീറ്റിൽ പോയി നമ്മൾ വിശ്രമിക്കുക. എന്തോ ആശ്വാസത്തിന്റെ ഇടവന്നറിയാമോ? അതുകൊണ്ട് ദാനിയേലെ പൊക്കല്ല. ഈ കാലാവസാനത്തിൽ നീ പോയി വിശ്രമിക്ക. കാലാവസാനത്തിന്റെ ഓഹരിമായി പന്ത് എഴുന്നേറ്റ് വിവാദ പ്രാർത്ഥന ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വതന്ത്രം സ്വതന്ത്രം. അപ്പൊ വിശുദ്ധന്മാർ മനുഷ്യ കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? സ്വർഗീയ വർദ്ധീസയിലേക്കാ പോകുന്നത്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഹല്ലേലൂയ. ചേർത്ത് കർത്താവിന്റെ സ്വതന്ത്രത. മനുഷ്യവരെ കുറിച്ച് ദൈവമക്കൾക്ക് അറിവുണ്ടായിരിക്കണം. ഇഷ്ടന്മാരെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ട് മെസ്സേജ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവര് യാതന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏറ്റവും താഴത്തെ കമ്പാർട്ട്മെന്റ് ആണ് ഇത്. യാതന. അതിന് പല വകുപ്പുകളുണ്ട്, പല സെല്ലുകളും. അതിൽ സൂയിസൈഡ് ചെയ്യുന്ന ആളുകളെ ഇടുന്ന ഒരു ഇരുട്ടറയ്ക്കാണ്. പാപം ചെയ്ത ഒരു കൂട്ടം ദൂതന്മാരെ അന്ത്യന്യായവിധിക്ക് വേണ്ടി ചങ്ങലക്കകത്ത് ബന്ധിച്ചിട്ടിരിക്കുക. ദുർഭൂതങ്ങളെ ഇട്ടിരിക്കുന്ന മറ്റൊരിടം. യാതന സ്ഥലത്തിന് പല സെല്ലുകളുണ്ട്. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ആ ഭാഗങ്ങൾ തുടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ സമയമില്ല. അപ്പൊ മനുഷ്യവരെ കുറിച്ച് ദൈവമക്കൾക്ക് എന്തുകൊണ്ടായിരിക്കണം? പണ്ടൊരു അവരുടെ പ്രദേശത്തിന്റെ ചട്ടമ്പി എങ്ങനെയോ ഒരു ദുർമരണത്താൽ മരിക്കാനായിട്ടിടയാ. 7 മണി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തുള്ള ഒറ്റ മനുഷ്യൻ വരത്തില്ല. സ്വതന്ത്രം. കടകളൊക്കെ നേരത്തെ അടക്കി. ഒരാൾ സെറ്റായി ചോദിച്ചപ്പോ പറഞ്ഞു, അവന് ഞങ്ങളെയൊക്കെ കാണാൻ വരും. ആ ചട്ടമ്പി ഞങ്ങളെയൊക്കെ കാണാൻ വരും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി നാട്ടിൽ കറന്നു പോയാൽ പിന്നെ പറയുക വിശ്വാസി ആന്ന് പറഞ്ഞാല് ഉറച്ചു ഗ്ലോറി പറയുന്നേക്കാം. ഉറച്ചു ഗ്ലോറി അസ്ഥാനത്ത് പറയുമ്പോൾ ശ്രദ്ധിച്ചോണ്ട് അകത്തൊരു ഭയം ഇല്ല. നിങ്ങളെ കർത്താവിന്റെ അഞ്ചാമതായിട്ട് നമുക്ക് നോക്കാം. റോമാലേഖനം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. റോമൻസ് 11:25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കേണ്ട വേദഭാഗം. സഭായപ്പെടായതുകൊണ്ട് നമ്മളൊരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തി ആ ഭാഗം. യേശു സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തക്കാരും അവരെ കൈക്കൊണ്ട് ദൈവമക്കളാക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. 30 ചേർന്ന് അവരെ യേശുവിനെ പോഷിച്ചു. സ്തോത്രം സ്തോത്രം. 70 അവിടെ ദേവാലയം നഷ്ടപ്പെട്ടു. 735 ദേശത്തിന്റെ 4 ഭാഗത്തേക്ക് അവർ ചെതറിപ്പോയി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഹൂദനുമായിട്ടുള്ള ഇടപാട് ദൈവം നിർത്തിവെച്ചു. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇടപാട് സഭ
എന്ന് സ്വന്തം പറയുമ്പോ എന്നെ നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ സഭയാ കർത്താവിന്റെ ഈ കൃപായുഗത്തിലെ കർത്താവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സഭയാണ്. സഭയ്ക്ക് വേണ്ടി കർത്താവ് ചലിക്കും. രാത്രി സ്വോത്രം പറഞ്ഞു രാത്രി ഒരു കൈ ആയുധവും മറു കൈയിൽ അവൻ അധികാരപത്രവുമായിട്ട് ഒരു മനുഷ്യൻ ഡെമസ്കോസിലുള്ള ദൈവമക്കളെ പീഡിപ്പിക്കാൻ മുന്നോട്ട് പോകുന്നത് സഭക്കാർ വല്ലതും അറിഞ്ഞു. ശൗലത്തെ ഉപദ്രവിക്കാൻ വരുന്ന ആരെങ്കിലും അറിഞ്ഞു. പക്ഷെ സഭയുടെ ഉടമസ്ഥൻ കണ്ടു പട്ടണത്തോട് സമീപിച്ചപ്പോൾ അത്യുച്ച സമയത്ത് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം പോലെ മേലടിച്ചു. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ദൈവത്തിന്റെ വിഷയം സഭയാണ്. സമയം പണയും പക്ഷേ സഭയോട് എടുക്കപ്പെടും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെയ്യും. സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇടപാട് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ഇതാണ് 70-ാം ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ 7 വർഷം. ആന്റിക്രൈസ്റ്റിന്റെ പീഡനം നടക്കുമ്പോൾ അവർ കുത്തിയങ്കിലേക്ക് നോക്കും. ഈ സമയത്ത് യഹൂദൻ ചെയ്ത സകല പാപവും ഒറ്റ ദിവസം കൊണ്ട് ദൈവം ക്ഷമിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിച്ചത് വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് അവിടെ പിതാക്കന്മാരെ നിലവിളിക്കും. ഇസ്രായേൽ നിലവിളിക്കും, ഞങ്ങളുടെ പിതാക്കന്മാരാണ് യേശുവിനെ കൊന്നത്. ദൈവം അവരുടെ പാപം ഒറ്റ ദിവസം കൊണ്ട് ക്ഷമിക്കും. അതിന്റെ വിശദീകരണമായി യെശയ്യാ 66-ാം അധ്യായത്തിൽ ഒരു ദിവസം കൊണ്ടൊരു ജാതി പുറമെന്ന് അവിടെ കൊടുത്തിരിക്കുന്ന അവിടെയാണ്. 6-ാമത്തെ വിഷയമാണ് നമ്മുടെ ചിന്താ വിഷയം. അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരിക. 10-ാമത്തെ വാക്യം. സ്തോത്രം. ഇനി നമ്മൾ ഇതിന്റെ ആത്മീയ ദൂതിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇസ്രായേൽ അനുഭവിച്ച 5 ആത്മീയ നന്മകളാണ് രാവിലെ നമ്മൾ തൊടാനായിട്ടിടയായത്. ഒന്നാമതായിട്ട് അവർ വേഗത്തിന്റെ കീഴിൽ ആയിരുന്നു. രണ്ടാമതായിട്ട് അവർ സമുദ്രത്തിലൂടെ, മൂന്നാമതായിട്ട് മേഘത്തിന്റെ സമുദ്രത്തിലും അവര്, നാലാമതായിട്ട് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം, അഞ്ചാമതായിട്ട് അവർ ഒരേ ആത്മീയ പാനീയം. ഈ ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ സ്വതന്ത്രം. ഒന്നാമത്തെ കാര്യം രാവിലെ നമ്മുടെ അവർ സ്വത കുടുംബത്തിൽ വെച്ച് ചിന്തിക്കാനായിട്ട് അവർ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെ രാവിലെ വേഗത്തിനെ കാണിക്കുക. രാവിലെ വരാത്തൊരു വേണ്ടി എന്ന് പറഞ്ഞേക്കാം. ഇസ്രായേലിന്റെ അവന്റെ പെട്ടകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ദൂരെ നിന്നൊരു വ്യക്തി നോക്കുമ്പോ എന്താ പറഞ്ഞത്? വടിപോലൊരു സാധനം മുകളിലോട്ട് പൊക്കി കോട്ട പോലെ വിരിഞ്ഞു നിൽക്കുക. സാന്നിധ്യത്തിന് ദൈവദാസൻ കൊടുത്ത വ്യാഖ്യാനമാണ്. നോക്കുമ്പോ മേഘമാണ്. അത് നോക്കുമ്പോ കനീഭവിച്ച മേഘം മുകളിലോട്ട് പൊക്കി പോലെ വിരിഞ്ഞു നിൽക്കുക. സ്തോത്രം. 30 ലക്ഷം ജനം ഇതിന്റെ കീഴിലാണ്. രാത്രി ദൈവാത്മാ ദൂത് പറയട്ടെ, ആ സാന്നിധ്യത്തിന്റെ കീഴിൽ ഇന്ന് രാത്രി നീ വന്ന രാവിലാകും നിന്നെ തൊടത്തില്ല. തനിച്ച് വാർക്കുന്ന ഒരു ജനം ഇല്ലായ്മ ചെയ്യുവാൻ, കുടുംബത്തെ വേദനിപ്പിക്കുവാൻ ഇവിടെ വന്ന് സ്തോത്രം പറയാൻ കാരണം
രണ്ടാമതായിട്ട് അവർ അനുഭവിച്ച ആത്മീയ നന്മ എന്താണെന്ന് നമുക്ക് രാത്രിയിൽ ശ്രദ്ധിച്ചു നോക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും പിന്നെ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഇതെന്തിനേക്കാണ് ഇന്ന് അറിയാമോ? ചെങ്കടൽ കടന്നു. അത് സ്നാനത്തിനൊരു സ്വതന്ത്രം. നിങ്ങളുടെ മനസ്സിലൊക്കെ വചനം ഉള്ളതിനെ ഓർത്ത് തോന്നുന്നു. സമുദ്രത്തിലൂടെ കടന്നു എന്നുള്ളത് എതിരെ കാണിക്കുകയാണ്. ചെങ്കടൽ കടന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നേടി കണ്ട ഒരു മേഖലയാണ്. ഞാനിത് വഴിയാവണ്ട ഇന്ന് രാത്രി ഇത് വ്യാഖ്യാനിക്കുന്ന 14 വാക്യങ്ങൾ നിങ്ങൾക്ക് എടുത്ത് വ്യാഖ്യാനിച്ചതാണ്. സ്തോത്രം. ചെറുതെങ്കിലും ഞാൻ തൊടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കൾ ഇരിക്കണം. മുതൽ ഇതിനകത്ത് ഒരു ആത്മീയ തൂന്നുണ്ട്. അത് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സമുദ്രത്തിലൂടെ കടന്നത് എന്തിനെ കാണിക്കുകയാണ്? ആമേൻ. ചെങ്കടൽ കടന്നതിനെയാണ് കാണിക്കുന്നത്. ഇനി മുമ്പിലോട്ട് നോക്കിയോ? കണ്ണെത്താത്ത ദൂരത്ത് ചെങ്കടൽ കരയൊഴിഞ്ഞു വീഴുന്നു. സ്തോത്രം. ഞാൻ സൗദി അറേബ്യയിൽ ചെന്നപ്പം എന്നെ ഈ തബൂക്കിൽ കൊണ്ടുപോയി ആ ഭാഗം കാണിക്കാൻ. കണ്ണെത്താത്ത ദൂരത്ത് ചെങ്കടൽ കരകൊഴിഞ്ഞു വീഴുന്നു. പുറകിലേക്ക് നോക്കിയോ? 2 ലക്ഷം കാലാണ്. 600 ഇരുമ്പിന്റെ തന്നെ. സ്തോത്രം. സ്തോത്രം. 2 ഭാഗത്തും പർവ്വതം പോലെ മലകൾ. കൂടെ നിൽക്കുന്ന 30 ലക്ഷം ജനം മോശയ്ക്കും അഹരോനെതിരായിട്ട് പൊതുപ്പെടുത്തി. ആ കോൺടെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. സ്തോത്രം. 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 ചെങ്കടൽ പറയും ഫറവോനും സൈന്യവും 2 ഭാഗത്ത് വലിയ മലകൾ കൂടെ നിൽക്കുന്ന 30 ലക്ഷം ജനം പൊതുപ്പെടുക്കും. അവിടെ മോശം പറയുന്ന ഒരു ഭാഗമുണ്ട്. എടുത്ത് എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സസ് 13. 14 മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. യഹോവ ഇന്നും നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് ഒരു മനുഷ്യന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അനുകൂലത്തിന്റെ എന്തെങ്കിലും ഒരു വഴി അവിടെ ഉണ്ട്. സന്തോഷിച്ച ദിവസം ഞാൻ പറഞ്ഞപ്പോ ഇസ്രായേലിനെക്കാട്ടി വലിയ ടെൻഷനില്ല പോലും സൈന്യവും 2 ഭാഗത്ത് പർവ്വതങ്ങൾ. ഒരു മനുഷ്യൻ പറയാ ഭയപ്പെടേണ്ട, ഫോറച്ച് നിൽക്കുക. ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് ഞാൻ മുമ്പ് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആർട്ടിസ്റ്റുകൾ ദൈവമക്കൾ പറയാൻ എളുപ്പമല്ലേ? ഇവിടെ നിൽക്കുന്നവരെങ്കിലും അഡ്ജസ്റ്റ് മോശങ്ങൾ സപ്പോർട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. 30 ലക്ഷം ജനം പൊതുമെടുക്കുക. ഇസ്ലാമി ശമക്കുഴിയില്ലാത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങോട്ട് നോക്ക്, അവർ പറയുന്ന ചെങ്കടല് അങ്ങോട്ട് നോക്ക്, മലപോലെ സൈന്യം. ഭയപ്പെടേണ്ട, ഉറച്ചിരിക്കുക. ഭാഗ്യം പഠിച്ചു കർത്താവ് തന്ന ചില ദൂതി ഞാൻ പറയാം. നമുക്ക് മോശം കഴിക്കാം. മോശയെ ഇത്രയും വലിയ ക്രൈസിസിന്റെ നടുവിൽ അങ്ങേക്ക് ഇത് എങ്ങനെ പറയാൻ പറ്റും? മോശ അറിയും. പുറപ്പാട് പുസ്തകം 3:12 വായിക്കും. എക്സോഡസ് 3:12. അതിനാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളം ആകുമെന്ന് അരുളി ചെയ്തു. അവൻ 3:10 വായിക്കണേ. 3:10 അവൻ
ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ആ ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാണ്. അപ്പൊ മോശന് ദൈവൻ അടയാളം കൊടുക്കുന്നു. പക്ഷേ അങ്ങോട്ട് നോക്ക്, ആ കണ്ടോ പർവ്വതം കണ്ടോ? കണ്ടോ? നിന്നെ ഞാൻ അയക്കുന്നത് എന്നുള്ളതിന് ഒരു അടയാളം തരാൻ പോകും. ഈ 30 ലക്ഷം ജനമായിട്ട് അതിന്റെ ചുവട്ടിൽ പോയി നീ ആരാധിക്കും. മോശയ്ക്ക് ദൈവപ്പെട്ട ഒരു വാഗ്ദത്തമാണ്, ഒരു ഉറപ്പ്. സ്തോത്രം. ഈ വാഗ്ദത്തം തന്റെ കയ്യിലുള്ള അതിന്റെ മുമ്പിലായി ചെങ്കടലിൽ കരകൾ ഉപയോഗിച്ചു. സ്തോത്രം. സ്തോത്രം. മോശ മനസ്സിലാക്കി എന്നോട് പറഞ്ഞ ദൈവം ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ ചെങ്കടൽ രണ്ടായിട്ട് മാറി 30 ലക്ഷം ജനവുമായി ആ പർവ്വതത്തിന്റെ ചുവട്ടിൽ ഞാൻ ദൈവത്തെ പറയാൻ ദൈവാത്മാവിനോട് പറഞ്ഞതിന്റെ ദൂതുകൾ, ചില ആലോചനകൾ, ചെങ്കടലിന് പോലെ ചില വിഷയങ്ങൾ ഈ ദിവസം ഇതിന്റെ മുമ്പിൽ കരകവിഞ്ഞൊഴിയുന്നുണ്ടായിരിക്കാം. അവനെ മടിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാ ദൂത് പറയാം, വാഗ്ദത്തം കേട്ടവൻ വാഗ്ദത്തം പറയാം. വാടി ചെങ്കണ്ട മനുഷ്യന്റെ വിശ്വാസം നിങ്ങളൊന്ന് കണ്ട് സ്വത്രം മോശയുടെ വിശ്വാസം എന്തോ വിശ്വാസം. കണ്ടെത്താത്ത സൂര്യത്തെ ചെങ്കൽ 2 ലക്ഷം കാലാൽ അണുന്നൂർ ഇരുമ്പരഥം. ഈ ഇരുമ്പരഥം നയിക്കുന്ന സാക്ഷാൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയാം. മോശയോട് ദൈവം പറഞ്ഞ മോശേ, നിന്റെ കയ്യിലുള്ള വണ്ടി എടുത്ത് നീട്ടാൻ പ്രതിസന്ധിയുടെ നടുവില് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരെ നോക്കി പറയുകയാണ്. വാഗ്ദത്തത്തിന്റെ വിശ്വാസത്തിന്റെ വഴി ഇന്ന് രാത്രിയുടെ വിഷയത്തിന്റെ നേരെയൊന്ന് നാമത്തിൽ മോശ ദൈവത്തെ അനുസരിച്ച് വടി കഴിച്ചു. എന്തോ സംഭവിച്ചു? യെശയ്യാപ്രവചനം 63:12. യെശയ്യാ 63:12. യെശയ്യാ 63:12. വൈശു Isaiah 63 verses 12. തന്റെ മഹത്വമുള്ള ഭുജം സ്വപ്നം പറയുമോ? തന്റെ മഹത്വമുള്ള ഭുജം ഗ്ലോറിയസ് മോശയുടെ ഭയങ്കരമേൽ സ്വപ്നം പറയുമോ? പറയാം. മോശ വടിയെടുത്ത് നീക്കി ദൈവത്തിന്റെ മഹത്വമുള്ള കരം മോശയുടെ വലങ്കരത്തിന്മേൽ വന്നു. രാത്രി സ്വത്രം പറഞ്ഞ് ആരാധിച്ചു. നടുവില് പോലെ പോലെ ദൈവമക്കളുടെ യാത്രകളെ തടയുവാൻ നിൽക്കുന്ന രാത്രി സ്വപ്നം പറഞ്ഞോടെ ആ വടിയല്ല കാണുന്നത്. ആ വടിയുടെ നിങ്ങളിൽ വെളിപ്പെട്ട
സ്വന്തം പറഞ്ഞു കരുത്തുമേൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം യേശുവിന്റെ അധികാരമുള്ളതാണ്. ഇന്ന് രാത്രി അത് വെളിപ്പെടുന്ന രാത്രിയാണ്. ദൈവത്തെ സ്വന്തം പറഞ്ഞ സ്വന്തം പറഞ്ഞ ഇനി ദൈവാത്മാവിനെ പഠിപ്പിച്ച ചില ദൂത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിർത്താം. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമൊക്കെ ദൈവത്തിനായി മോശം വടി നീട്ടുന്നു. ഒരു കിഴക്കൻ കാറ്റ് അവിടെ കഴിയും. ഒരു കിഴക്കൻ കാറ്റ് അവിടെ കഴിയും. വെള്ളത്തെ ദൈവം രണ്ടായിട്ടൊക്കെ മാറ്റി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പറയുകയാണ് വെള്ളത്തെ ദൈവം മതിലാക്കി നിർത്തിയത്. വെള്ളത്തെ ദൈവം എന്തായിട്ട് മാറ്റി? മതിലാക്കി. സംഗീതത്തിൽ പറയുക വെള്ളത്തെ കൂമ്പാരമായിട്ട് കൊടുത്തു. എന്താണെന്ന് സംഭവിച്ചതറിയാം? എന്റെ ധ്യാനത്തിൽ ദൈവമ്മ പറഞ്ഞ് തൂതിയാണ് മോശ വലുനീട്ടി ദൈവസാന്നിധ്യം തുടങ്ങിയപ്പോൾ ആ കിഴക്കൻ കാറ്റടിച്ച് വെള്ളത്തെ രണ്ടായിട്ട് ദൈവം മാറ്റി. ആ വെള്ളത്തെ ദൈവം ഫ്രീസ്. അങ്ങനെ മതിലായി. സ്വോത്രം പറഞ്ഞോളെ. സ്വോത്രം പറയണം. രാത്രി ദൈവമ്മ ദൂത് പറയാം. മൂടിക്കളയുമെന്നും ഒഴുക്കി കളയുമെന്നും ഇല്ലാതാക്കുമെന്നൊക്കെ പറയും. ചില വിഷയത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെട്ട് കഴിഞ്ഞു. വെള്ളത്തെ മതിലാക്കി നിർത്തിയതാണ്. ചലിക്കാൻ കഴിയാത്തവൻ ആ വിഷയം ചലിക്കാൻ കഴിയാത്തവൻ രാത്രി ചിലവരെ മതിലായിട്ട് വിശ്വസിക്കുന്നവൻ സ്വാതന്ത്ര്യം ചെയ്യുമോ? രാത്രി വാദവും നിൽക്കുന്ന വിഷയങ്ങൾ ചലിക്കാൻ കഴിയാത്തവൻ, ഓടിടാൻ കഴിയാത്തവന് രാത്രി ദൈവമാമതിനെ വിശ്വസിക്കാൻ പറ്റുമോ? രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? വിഷയം ഒഴുക്കി കളയുമെന്ന് പറയുന്നതിലെ വിഷയം ചാലിക്കാൻ കഴിയാത്തവണ്ണം പ്രാപ്തിയുള്ള രണ്ടാമത്തെ രാത്രിയിൽ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ തൊട്ടാന്ന് പറയുന്നത് നിന്നെ തൊടാൻ കഴിയാതെ ദൈവാത്മാവിനെ ദാനിയേലിനെ പിടിച്ച സിംഹത്തിന്റെ കുട്ടിലുണ്ട്. വാ തുറക്കാൻ പറ്റുമോ? സാധാരണ ഒരു മനുഷ്യനെ സിംഹത്തിന്റെ കൂട്ടിലോട്ട് ഇട്ടാൽ ചെല്ലുന്നതിന് മുമ്പേ ചാടി പിടിച്ച് ആസ്തി തകർത്തിനകത്ത് കൊന്നു കളയത്തില്ലേ? പക്ഷേ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ കൂട്ടിലോട്ട് ഇട്ടപ്പോ സിംഹത്തിന് വാ തുറക്കാൻ പറ്റത്തില്ല. ഇതൊരു ആത്മമണ്ഡലം. ശബ്ദത്തിന് ബലമുണ്ട്, പക്ഷെ നിന്നെ തൊടാൻ പറ്റത്തില്ല.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രിയിലെ ഈ ഇസ്രായേലിനോട് ചേർന്ന ചെങ്കടലിലോട്ടൊന്ന് ഇറങ്ങാം. പെട്ടെന്ന് നിർത്താൻ പോവാം. സന്തോഷത്തോടെ സ്വന്തം രണ്ട് സൈഡിലോട്ട് നിങ്ങൾ നോക്കി വെള്ളം ഇപ്പൊ എന്തായിട്ട് ഇരിക്കുക, അതിനായിട്ട് ഇരിക്കുക. ഒന്ന് സൂക്ഷിച്ചു നോക്കി. രണ്ട് സൈഡിലും വലിയ നീല തിമിംഗലങ്ങൾ വാതുന്നിരിക്കുക. പാവത്തിൽ കണ്ടു നോക്കി വലിയ കടൽ മത്സ്യങ്ങളൊക്കെ വാതുന്നിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, തൊടാൻ പറ്റുമോ? ഇസ്രായേലിനെ ഒന്നിനെ കിട്ടിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാ, പക്ഷെ തൊടാൻ പറ്റുമോ? എന്താ തൊടാൻ പറ്റാത്ത? ഒരു മതില് ഒന്ന് രാത്രി ദൈവം നിനക്കൊരു മതിൽ ഈ പട്ടണത്തിൽ വെച്ചിട്ടുണ്ട്. എത്ര ബലമുണ്ടെന്ന് പറഞ്ഞാൽ ചില മേഖലകൾ വെള്ളത്തെ ദൈവം മതിലാക്കും. പ്രവൃത്തിയിലുണ്ട് രക്ഷയെ ദൈവം മതിലാക്കി. സക്രിയ പറയുന്നു, ഞാൻ അതിനെ ചുറ്റുപോലെ തീ മതിലായി. ഈ രാത്രിയുടെ കൂടാരത്തെ ഏത് വിടുതലാണ് നടക്കേണ്ടത് എന്റെ ദൈവത്തിന് അറിയാം. അതനുസരിച്ച് ഇന്ന് രാത്രി ഇറങ്ങാൻ പോകും. ഈ ദൂത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കോംപ്ലിക്കേറ്റഡ് വിഷയത്തുമേ
രാത്രി ഒന്നിന്റെ തൊഴിലൂടെ പറവൂർ സൈന്യം തൊട്ട് അടുത്തുകൊണ്ടിരിക്കുക 2 ലക്ഷം കാലാണ് 600 ഇരുമ്പരഥകൾ ഇസ്രായേൽ മക്കൾ 20 ലക്ഷത്തിന് 30 ലക്ഷത്തിന് വരെ കാണും. ഒരു ചെറിയ വഴി വല്ലതും തുറന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അക്കരയ്ക്ക് എത്താൻ പറ്റുമോ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 30 ലക്ഷം ജനം അക്കരെ എത്തണമെങ്കിൽ വിശാലമായ വാതില ഒത്തിരി വിശദീകരണം പശ്ചാത്തലം രാത്രി പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വഴിമൊരുക്കും അവൻ ഇന്ന് രാത്രി ഇസ്രായേലിന് ദൈവം ഒരുക്കിയ വഴി ചെറിയ വഴിയാണോ? ആണോ? ഒരു ശ്രേഷ്ഠമായ വഴി. ചുരുങ്ങിയ സമയം കൊണ്ട് ഇസ്രായേൽ അക്കരയ്ക്ക് ഈ സമയത്ത് ഭാരവാഹി കൂട്ടരെ എന്തോ ചെയ്തു? ജനങ്ങളിലോട്ട് വന്നത് രഥചക്രമായിട്ട് ജനങ്ങളിലോട്ട് വന്നത്. നിങ്ങള് ഈ നടന്നു പോകുമ്പോഴൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ടോ? ചിലർക്ക് എഴുതി വെച്ചിട്ടുണ്ട്, റോഡിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പ്രൈവറ്റ് വഴി. ഇവിടെ ഞാൻ ഇങ്ങോട്ട് പോയപ്പോ കണ്ടായിരുന്നു, ഇവിടെ അല്ല ഈ കടലിൽ തിരിച്ചില്ല, ഇത് പ്രൈവറ്റ് വഴി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവര് കാശ് കൊടുത്ത് ആധാരം ചെയ്ത് ഇവർക്ക് വണ്ടിക്ക് വേണ്ടി പോകാനുള്ള വഴിയായി. ഈ ചെങ്കലിന്റെ അകത്തൂടെ വിട്ട് വഴി ആർക്കും വേണ്ടിയുണ്ടോ? ഇത് പ്രൈവറ്റ് വഴിയല്ല. എല്ലാവർക്കും ഇവിടെ പോകാൻ പറ്റത്തില്ല. ഇറങ്ങി അക്കരെ എത്തിയപ്പോ പറവോനും കൂട്ടിന് മുമ്പോട്ട് അവൻ ഇറങ്ങിയപ്പോ എല്ലാം ചെങ്കലിന് അകത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോ തമ്മ മോശം വാട്ടി തിരിച്ചു നിൽക്കണം. ഇത് നിങ്ങൾ പറഞ്ഞ എന്താ നമ്മൾ അത്രയൊക്കെയാ ചിന്തിച്ചു വെച്ചിരിക്കുന്നു. എന്റെ പ്രസംഗത്തിന്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്. വെള്ളം മതിലായിട്ട് നിൽക്കുന്നേ, വെള്ളം മതിലായിട്ട് നിൽക്കില്ലേ. അപ്പൊ ഈ തിരിച്ചു നെറ്റിയപ്പോ ഇത് വന്ന്
രണ്ടും കൂടെ വന്ന ഈ മതില് തമ്മിൽ അങ്ങോട്ട് എന്തോ സംഭവിച്ചു. 2 ലക്ഷം കാലാളും 600 ഇരുമ്പ് രഥങ്ങളും എന്തോമായി പോയി. മതിലുകൾ തമ്മിൽ വന്നിരിക്കുമ്പോ എന്തോ സംഭവിച്ചു. ബാക്കിയുള്ള ചാൻസ് ആയി പോയി. സ്തോത്രം സ്തോത്രം. പിന്നിലൊരു ചരിത്രമാണ്. പണ്ടേ ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ വലിച്ചെറിഞ്ഞില്ലേ? അമ്മമാര് പൊട്ടി കരഞ്ഞില്ലേ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നല്ല ഇസ്രായേൽ അവൻ ഇസ്രായേലിയരെ കഞ്ഞി വെച്ചത്, പൊട്ടി വെച്ചതാ. ഞാൻ ഇടപെട്ട് വന്നു. നമുക്ക് അടുത്ത സമയങ്ങളിൽ